സിനിമയിൽ തിളങ്ങിയ അച്ഛനും മക്കളും. മലയാളത്തിൻ്റെ ജനപ്രിയ നടൻ ജയറാമിൻ്റെ മകനാണ് കാളിദാസ് ജയറാം. അച്ഛനും മകനും ഒരുമിച്ച് അഭിനയിക്കുന്നത് കാളിദാസിന് 6 വയസ്സുള്ളപ്പോഴാണ്. അച്ഛനേക്കാളും മികച്ച മിമിക്രി കലാകാരനായിരുന്നിട്ടും മലയാളത്തിൽ തിളങ്ങാൻ കാളിദാസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ തമിഴിൽ മികച്ച സിനിമകൾ ഇതിനോടകം താരം ചെയ്തു കഴിഞ്ഞു. വിക്രം, അപ്പുവിൻ്റെ വീട് എൻ്റെയും, പൂമരം, രജനി തുടങ്ങിയവയാണ് കാളിദാസ് ജയറാം അഭിനയിച്ച പ്രധാന സിനിമകൾ. ആക്ഷൻ കിങ് സുരേഷ് ഗോപിയുടെ മകനാണ് ഗോകുൽ സുരേഷ്. ഇതിനോടകം അനവധി ഹിറ്റ് സിനിമകളിൽ ഗോകുൽ അഭിനയിച്ചെങ്കിലും അച്ഛനെപ്പോലെ ആക്ഷൻ പരിവേഷം താരം തിരഞ്ഞെടുക്കാറില്ല. രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച പാപ്പൻ തിയേറ്ററിൽ വലിയ ഹിറ്റായിരുന്നു. പാപ്പൻ, കിങ് ഓഫ് കൊത്ത, 21-ാം നൂറ്റാണ്ട് തുടങ്ങിയവയാണ് ഗോകുൽ സുരേഷ് അഭിനയിച്ച പ്രധാന സിനിമകൾ. നടന വിസ്മയം മോഹൻലാലിൻ്റെ മകനാണ് പ്രണവ് മോഹൻലാൽ. അച്ഛനോളം എത്തിയില്ലെങ്കിലും മലയാളത്തിൽ മികച്ച ഫാൻ ബേസ് ഉള്ള താരമാണ് പ്രണവ്. ഓൺ സ്ക്രീനിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് താരങ്ങൾ. 21-ാം നൂറ്റാണ്ട്, ആദി, ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയവയാണ് പ്രണവ് മോഹൻലാലിൻ്റെ പ്രധാന സിനിമകൾ. മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും മകൻ ദുൽഖറും ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളാണ്. ദുൽഖർ സൽമാൻ ഇന്ന് സൗത്തിലും ബോളിവുഡിലും തിരക്കുള്ള പാൻ ഇന്ത്യൻ നടനാണ്. തിരക്കുള്ള ഈ അച്ഛനും മകനും പക്ഷേ സിനിമയിൽ ഇതുവരെ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടനായിരുന്നു സുകുമാരൻ. മികച്ച അനവധി കഥാപാത്രങ്ങൾ ചെയ്ത അദ്ദേഹത്തിൻ്റെ കഴിവ് ലഭിച്ച 2 മക്കളും ഇന്ന് മലയാള സിനിമയുടെ മുഖ്യ ഭാഗങ്ങളാണ്. നടൻ എന്ന നിലയിൽ ഇന്ദ്രജിത്ത് സുകുമാരൻ മലയാളത്തിലും തമിഴിലും തിളങ്ങി നിൽക്കുന്നു. പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുന്ന നടനാണ് പൃഥ്വിരാജ്. അതോടൊപ്പം മലയാളത്തിലെ മികച്ച സംവിധായകനും നിർമ്മാതാവും കൂടിയാണ് പൃഥ്വിരാജ് സുകുമാരൻ. മലയാളത്തിലെ മികച്ച നടനും തിരക്കഥാകൃത്തുമാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ 2 മക്കളും സിനിമയിലുണ്ട്. നടൻ എന്ന രീതിയിൽ ധ്യാനും വിനീതും തിളങ്ങി നിൽക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ മലയാളത്തിലെ സൂപ്പർ ഗായകനുമാണ്.